ഇതുപോലെ ഡാൻസ് എന്റെ ജീവിതത്തിൽ കണ്ടില്ല. മോനേടോ കിടക്കി മക്കളാടി നീ ടോപ്പായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ കുറെ നാളായിട്ട് പരിപാടി നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണാം പരിപാടിക്കാരെ സ്റ്റേജിൽ വിളിച്ച് കയറ്റിയിട്ട് തന്നെ അഭിനന്ദിക്കുന്നത്. ആരാ? ഞാനോ? എടാ സുഭാഷ്, സംഭവം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഈ പരിപാടി നടത്താൻ വേണ്ടി ഞാനും ഉത്തരവാദിത്തപ്പെട്ടവരും എടുത്ത ഒരു തലവേദന എന്റെ പൊന്നുകുഞ്ഞാൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിനങ്ങനെ പറയുന്നത്. സംഭവം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തില് നമ്മളെ പോലുള്ള പാമ്പിടിച്ച മലയാളികള് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒന്നിക്കാൻ ഒരുത്തിനെ സമ്മതിക്കുന്ന അതിന് കുറെ ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്റെ ആരെ എന്താ സംഭവം എന്ന് പറ. എന്തിനാ ഞാൻ പറയുന്നത്, നീ ഒന്ന് കണ്ടു നോക്ക്. എവിടെ?
ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ഞാൻ ബോധം വരെ അടിക്കും. അല്ലെങ്കിൽ തന്നെ മൂർത്തി സാറിന് ഇച്ചിരി ഓവറാ. വലിയ ഉപദേശം തരാതെ എടുത്ത് അടിക്കണ വക്കീലെ. ഒന്നുകൊണ്ട ഈ സാറിനെ പോലുള്ള പാവം കച്ചവടക്കാർ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെ പേര് പറഞ്ഞ് ഇവന്മാരെ ഇങ്ങനെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുമ്പോ ഈ മലയാളികൾ അവന്മാരെ തനിക്കുണം കാണിക്കും. ശരിയാണ്. അപ്പോഴേക്കും എവിടുന്നെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വരും, ഇവന്മാരെല്ലാം മറന്നങ്ങ് ഒന്നാവും. അതുപോലെ എവിടുന്നെങ്കിലും ഒരു ആഘോഷം വരും, ഇവന്മാരൊന്നിച്ചിരുന്ന് ആഘോഷിക്കും. അതുകൊണ്ട് ഇനി കേരളത്തിൽ എന്ത് പരിപാടി നടന്നാലും അത് കലക്കി കടുവറുത്ത് സാറിന്റെ കയ്യിൽ തരും അല്ലേടാ. അതുകൊണ്ടല്ലോടെ വക്കീലെ ഞാൻ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇനി സൂപ്പർ സ്റ്റാറുകളെന്നല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നെന്ന് പറഞ്ഞാലും ഈ കേരളത്തിൽ ഒരു ചുക്ക് നടക്കത്തില്ല. അതിനുള്ള അടിപ്പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഏത് നിങ്ങളെ ട്രൂപ്പിന് വരാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ, വേറെ ആരാ എന്നുള്ളത് എനിക്ക് വിട്ടേക്ക്. കേരളത്തിൽ വേറെ ഉണ്ടല്ലോ മിംസ് ട്രൂപ്പുകൾ. ആരും മറ്റുമാരാ അവന്മാർക്ക് വരാൻ കഴിയില്ല. ആഘോഷം എന്ന് മാറ്റിവെക്കാൻ നാറി പണിഞ്ഞതാ. അപ്പൊ പിന്നെ ആരാ? അവന്മാരും ചാർലി ചാപ്ലിൻ, പോവാൻ പറ പുല്ലന്മാരോട്. വിജയകുമാറെ ആ പോസ്റ്ററിങ് തന്നെ. ഓരോ സ്കിറ്റിനും 1-2 മില്യൺ ലൈക്സ് വാങ്ങുന്ന സൂപ്പർ ആർട്ടിസ്റ്റ് ടീമുണ്ട്. ഞാൻ വിളിച്ചാൽ പറന്നു വരും അവന്മാര്. മണിയനറിയാം, അമ്മാ ഷോയിൽ അവർ സൂപ്പറായിരുന്നു. കൊച്ചിൻ കലാരസിക. ഇവരെ കണ്ടാലോ ശരിയല്ലേ? കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കോമഡി മാത്രം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ടീം കൊച്ചിൻ കലാരസിക പ്രസൻസ് ഫീൽ ഗുഡ് കോമഡി ഷോ. ഭയങ്കര ബിസിയല്ലേ? നമ്മൾ വിളിച്ചാ എന്ത്? അവർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കണ്ടേ, കക്ഷിയുടെ ഫോട്ടോ അല്ലേ കവറില്? ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. നിർത്തണം എരപ്പാളികളെ. ഇവരൊക്കെ കോമഡി പറഞ്ഞാൽ രോമം എഴുന്നേറ്റ് നിൽക്കും.